മുഖ്യമന്ത്രി ജില്ലയിലെത്തുമ്പോൾ പാർട്ടി പ്രതിനിധി അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ. മുഴപ്പിലങ്ങാട് ബീച്ചിലെ പരിപാടിയിൽ കെ രാഗേഷ് വേദിയിലിരുന്നതിൽ തെറ്റില്ല. ഇതുപോലെയല്ല മന്ത്രിമാരടക്കം സദസ്സിലിരുന്ന പരിപാടിയിൽ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് വേദിയിലിരുന്നത്. കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിലെ ഒന്നാംഘട്ട പ്രവൃത്തി പൂർത്തീകരണ ഉദ്ഘാടന ചടങ്ങിൽ സിപിഎം ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് മുഖ്യമന്ത്രിക്കൊപ്പം വേദിയിൽ ഇരുന്നതിൽ തെറ്റില്ലെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ പറഞ്ഞു. ഇത്തരം പരിപാടികളിൽ പാർട്ടിയുടെ പ്രതിനിധി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഏതു മുഖ്യമന്ത്രിയായാലും ആ പാർട്ടിയുടെ പ്രതിനിധികൾ വേദിയിലുണ്ടാകും. കെ കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടിയുമൊക്കെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അവരുടെ പാർട്ടി പ്രതിനിധികൾ വേദിയിൽ ഇരിക്കാറുണ്ട്. ഇതിനെയും വിഴിഞ്ഞത്ത് രാജീവ് ചന്ദ്രശേഖർ ഇരുന്നതിനെയും താരതമ്യം ചെയ്യാൻ കഴിയില്ല. വിഴിഞ്ഞത്ത് ഒരു പാർട്ടിയുടെ നേതാവിനെ മാത്രമാണ് പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ഇരുത്തിയത്. ഇത് ഔചിത്യമില്ലായ്മയാണ്. മന്ത്രിമാരും മറ്റ് പാർട്ടി നേതാക്കളുമൊക്കെ തന്നെ സദസ്സിൽ ഇരുന്നപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരെ മാത്രം വേദിയിൽ ഇരുത്തിയതെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. അതിനൊരു ഔചിത്യക്കേടെന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ആ നിലയിൽ ഒരു പാർട്ടിയുടെ മാത്രം സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിക്കുമ്പോൾ മറ്റ് പാർട്ടികളെയൊന്നും ആ തരത്തിൽ പരിഗണിക്കപ്പെട്ടതായി കണ്ടില്ല. ഒരാളെ മാത്രം ക്ഷണിച്ചതിലുള്ള ഔചിത്യക്കേടാണ്. അതുകൊണ്ട് ആ തരത്തിൽ അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് ആ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കുകയും എല്ലാം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയെക്കുറിച്ച് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഡോക്യുമെന്ററി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് തെറ്റെന്നും ഇ.പി. ജയരാജൻ ചോദിച്ചു. ചരിത്ര നായകരെക്കുറിച്ച് ഇതിനു മുമ്പും ഡോക്യുമെന്ററികൾ ഉണ്ടായിട്ടുണ്ട്. ഗാന്ധിജിയെക്കുറിച്ചും ഡോക്യുമെന്ററികൾ വന്നു. ഇവിടെ ആരെയെല്ലാം കുറിച്ച് ഡോക്യുമെന്ററി ഉണ്ട്? ഗാന്ധിജിയെക്കുറിച്ച് എത്ര ഡോക്യുമെന്ററി ഉണ്ട്? എന്നെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതുന്നില്ല. അതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ ഉള്ളതാണ്. ഏതെല്ലാം ആളുകളെക്കുറിച്ച് ഡോക്യുമെൻ്ററി ഉണ്ട്? ഒരു നല്ല ഭരണാധികാരി, അതിൽ ആവേശം കൊണ്ടിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ഒരു ഡോക്യുമെൻ്ററി ആക്കുന്നു. അത് വരും തലമുറക്ക് ഒരു പാഠമായി തീരാൻ വേണ്ടിയിട്ടാണ്, ഒരു ഗുണപാഠമാണത്. അതുകൊണ്ട് നമുക്ക് മൺമറഞ്ഞു പോയ പല നേതാക്കളെക്കുറിച്ചും നമുക്ക് ഡോക്യുമെൻ്ററി എടുക്കാൻ കഴിയാത്തതാണ് ഇപ്പോൾ ഉള്ള ദുഃഖം. കോൺഗ്രസിലെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് ഇനിയും പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.